ഇന്നത്തെ കാലഘട്ടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഒരു 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 ആക്ട്രസിൻ്റെ കേസ് മാത്രമല്ല, ഇതുപോലെ എത്രയോ കേസുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ പലരും അവരുടെ ഭാവിയെ ഓർത്ത് അല്ലെങ്കിൽ ഒരു ചീത്തപ്പേരുണ്ടാവണ്ട എന്നുള്ളൊരു ഭയം കൊണ്ട് പലരും ഇത് വെളിയിൽ പറയാതെ മൂടി വെച്ചിട്ടുള്ളവരും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിൽ അമ്മയും പെങ്ങളും ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും എല്ലാവരുടെയും ഒരു തിങ്കിങ് അങ്ങ് മാറിപ്പോയിരുന്നു. ഈ മറ്റുള്ള നമ്മൾ വേറെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ നമ്മുടെ നാട്ടിനെക്കുറിച്ച് പറയണ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു വളരെ മോശപ്പെട്ട ഫീലിംഗ് തോന്നും. സാക്ഷരത 100% സാക്ഷരതയുള്ള കേരളത്തിൽ ആണ് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ ഇതെന്താണ് ഇങ്ങനെ വഴിമാറി പോകുന്നതെന്നുള്ളത് ഞാനും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു സെലിബ്രിറ്റിയെ കടത്തിക്കൊണ്ട് പോകാനുള്ളൊരു ധൈര്യം ഉണ്ടാവുക, അത് എല്ലാവർക്കും ഈക്വലി ബാധകമാണ്. ഞാനൊരു സെലിബ്രിറ്റിന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എല്ലാ പെൺകുട്ടികളെയും എല്ലാവരും പൊതുവേ പറയണ കാര്യം, നമ്മുടെ നിയമത്തിൽ ഇങ്ങനത്തെ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വളരെ വളരെ എന്താ പറയണ്ട, വലിയ നല്ല കഠിനമായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെ നടക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഗൾഫിലൊക്കെ പോയി ഇന്ത്യ വിട്ട് പോയി ജീവിക്കുന്ന ഒരു രാജ്യത്തുള്ളവരും ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്താൽ തലവെട്ടുകയോ അങ്ങനെ പബ്ലിക്കിൽ വെച്ച് അങ്ങനെ, അപ്പോൾ അതിനോടൊരു ഭയം, ശിക്ഷയോടൊരു ഭയം ഉണ്ടാവും. അപ്പോൾ എനിക്കും പറയാനുള്ളതാണ്, ഒന്നുകിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറയണ്ട, പിന്നെ കുട്ടികളെ ഇങ്ങനത്തെ ഓരോ പ്രവൃത്തിക്ക് പോകുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലുള്ള അമ്മയും പെങ്ങന്മാരെയും ഒന്ന് ഓർക്കുക. ഞാൻ പറഞ്ഞ പിന്നെ സ്ത്രീകൾക്കും ജീവിക്കണ്ടേ, അവർക്കും ഇന്നത്തെ കാലത്ത് 2 പേര് ഭാര്യയും ഭർത്താവും സമ്പാദിച്ചാൽ മാത്രമേ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ.